നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്സേ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. EMS നമ്പൂതിരിപ്പാട് ഭരിക്കുന്ന കാലത്തോ എന്തോ കമ്മ്യൂണിസ്റ്റുകാരെ ഏതൊരു സമരത്തിൽ പോലീസുകാർ തല്ലിയപ്പോൾ കോൺഗ്രസ്സുകാർ പരിഹസിച്ചു. അപ്പോൾ പറഞ്ഞതാ, ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്സേ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ബാലനടിയും പിന്നെ നായികയും സംവിധായികയും ഒക്കെ ആയി മാറിയ തലയിൽ കണ്ട വെച്ച സംഘടനയുടെ പ്രധാനികളിൽ ഒരാളായ ഗീതു മോഹൻദാസിനെ വെള്ളപൂശാനായിട്ട് ന്യായീകരിച്ച് വെള്ളപൂശാനായിട്ട് WCCയുടെ ആശാത്തികൾ ഇറങ്ങിയത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച പോലെ. കസബ നിങ്ങൾക്കറിയാമായിരിക്കും, രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ്. ആ സിനിമയിൽ CI രാജൻ സക്രിയ എന്ന് പറഞ്ഞൊരു മനോഹരമായ വേഷം, ആണത്തുള്ളൊരു വേഷമാണ് മമ്മൂക്ക ചെയ്തത്. പടം തിയേറ്ററിലെത്തിയപ്പോൾ ആ പടം കണ്ട് ആർക്കും ഒരു കുഴപ്പവും തോന്നിയില്ല. പക്ഷേ തലയിൽ കണ്ട വെച്ചവർക്ക് മാത്രം മമ്മൂട്ടിക്കെതിരെ ഹാലിളകി. അവർ ചാടി ഇറങ്ങി. എന്തിനാ ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളതായിരുന്നു പ്രശ്നം. അതാണ് കുറ്റാരോപണം. നിങ്ങൾക്കറിയാമല്ലോ, മമ്മൂക്കയെ നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു എന്താ പറയുക അലവലാതിയല്ല, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആളല്ല. ഒരു തരത്തിലും അദ്ദേഹം സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരാളേ അല്ല. പക്ഷേ അദ്ദേഹം സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം, കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമുണ്ടാക്കി. എന്നാൽ ആ സീൻ എഴുതിയതാരാ? നിതിൻ. സംവിധാനം ചെയ്തതാരാ? നിതിൻ. പക്ഷേ അയാൾ ആണ് ഇത് എഴുതിയതെന്നോ സംവിധാനം ചെയ്തതെന്നോ ഇവർക്ക് യാതൊരു ബോധവുമില്ല. തലയിൽ കണ്ട വെച്ചവർക്ക് ആ സീൻ എന്തെങ്കിലും കുറച്ചിട്ട് തോന്നിയെങ്കിൽ, സ്ത്രീത്വത്തെ അവമാനിക്കുന്നു എന്ന് അവർക്ക് തോന്നിയെങ്കിൽ അവർക്ക് നിതിനോട് പറയാം, നിതിനെ വിളിച്ച് പറയാം. ഇല്ല എങ്കിൽ ഇവിടെ ഒരു സെൻസർ ബോർഡ് ഉണ്ടല്ലോ, അവരെ വിളിച്ച് പറയാം, നിങ്ങൾ എങ്ങനെ ഇത് സെൻസർ ചെയ്തു? ഒരു സ്ത്രീ പോലീസ് ഓഫീസറുടെ ബെൽറ്റ് കുത്തിപ്പിടിക്കാൻ ഒരു പുരുഷ പോലീസ് ഓഫീസർക്ക് എന്ത് അവകാശം? നിങ്ങൾ എങ്ങനെയാണത് സെൻസർ ചെയ്തതെന്ന് അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ ആ സെൻസറിങ്ങിന് പോയ തലയിൽ കണ്ണട വെച്ചാൽ ഏതെങ്കിലും ഒരു 1-2 കാണുമല്ലോ പെണ്ണുങ്ങൾ, ആ സെൻസർ ബോർഡ് അംഗങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ ഇത് സെൻസർ ചെയ്തു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതൊന്നുമില്ല എങ്കിൽ അവർക്ക് കോടതി പോകാം, ഞങ്ങളെ മുഴുവൻ അപമാനിച്ചു, ഞങ്ങൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് തലയിൽ കണ്ണടയും വെച്ച് എന്തും എക്സ്പോസ് ചെയ്ത് കാണിക്കും, പക്ഷേ സിനിമയിൽ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി പോകാമായിരുന്നു. അതും ചെയ്തില്ല. അതിന് പകരം മമ്മൂട്ടിയുടെ മുന്നിലേക്ക് കുറച്ച് ചാടിയ ചിലരെയൊക്കെ പിന്നെ മമ്മൂക്കയുടെ പടത്തിൽ തന്നെ ചേട്ടാന്നും അച്ചാന്നും ചിറ്റപ്പാന്നും വിളിച്ച് അഭിനയിപ്പിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ തലയിൽ കണ്ട വെച്ചവർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ പറയും. വാ തുറന്നാൽ ഊളയെന്നേ വിളിക്കുള്ളൂ ആരെയും. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണാൻ. പത്രസമ്മേളനത്തിൽ ഒരു പീക്കറി പെണ്ണ് വന്നിരുന്നു ഊള എന്ന് വിളിച്ചപ്പോൾ അടുത്തിരുന്ന മഹതികളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. രേവതിയെ പോലുള്ളവർ, ഈ എന്താ പറയുക, ഗീതു മോഹൻദാസിനെ പോലുള്ളവരൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഊള എന്നുള്ളതാണ് അവരുടെ പ്രധാന ഭാഷ. ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അവരെ വിളിക്കുന്ന ഊള എന്നാണ്. ഇവരുടെ ഇത്തരം ഊള ഭാഷണമൊക്കെ കേട്ടിട്ട് പോലും പാറയ്ക്ക് കാറ്റ് പിടിച്ചതുപോലെ ഇവരുടെ പിത്തലാട്ടത്തിനൊന്നും മമ്മൂക്ക നിന്നു കൊടുത്തില്ല എന്നുള്ളതാണ് വിഹ്രസ്. അദ്ദേഹം ഇന്ന് വരെ ഒരക്ഷരം അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. 2016 സംഭവം നടക്കുന്നത്. അപ്പോൾ 9 വർഷം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത്. ബാലനടിയായി തുടങ്ങി, നായികയായി, പിന്നെ സംവിധായികയായി, തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ നേതാവായി ഒക്കെ മാറിയ, ചെയ്ത സിനിമ, മൂത്തോനടക്കം ചെയ്ത സിനിമകളെല്ലാം നോട്ടബിളുമായിരുന്നു. നമ്മളുള്ളതുള്ള പോലെ പറയണമല്ലോ. ഗീതു മോഹൻദാസ് ഇപ്പോൾ ഒരു സിനിമ ചെയ്തു, കന്നഡയിലാണ്. ടോക്സിക് എന്നാണ് പടത്തിൻ്റെ പേര്. വിഷലിപ്തമായ ബന്ധങ്ങളെ ടോക്സിക് എന്ന് പറയാറുണ്ട്. അപകടകരമായ ബന്ധങ്ങളെയും നമ്മൾ ടോക്സിക് എന്നാണ് പറയാറ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്ജക്റ്റ് എന്താണെന്ന് ഈ ടോക്സിക് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 1 മിനിറ്റ് തികച്ചില്ലാത്ത 58 സെക്കൻഡ് എന്നുള്ള ഒരു ട്രെയിലർ ഇപ്പോൾ ആദ്യമായിട്ട് അത് പുറത്തു വിട്ടു. ചിത്രീകരണം പോലും പൂർത്തിയാക്കിയില്ല എന്നാണ്. അതിന് മുമ്പ് തന്നെ ട്രെയിലറൊക്കെ വിട്ടു. കല്യാണം കഴിച്ചില്ല, അതിന് മുമ്പ് കൊച്ചിൻ്റെ പേരുവിളി നടത്തിയെന്ന് പറയും പോലെയാണ്. ഇപ്പോൾ KGF-ലുടെയൊക്കെ വലിയ നായകനായ മാർക്കറ്റ് വാല്യൂ ഉള്ള യാഷ് ആണ് ഇതിലെ നായകൻ, ടോക്സിക്കിലെ നായകൻ. മദ്യം, പെണ്ണുങ്ങൾ, പാർട്ടി, ആഘോഷം എന്ന് വേണ്ട എന്തെല്ലാം മസാലകൾ ചേർക്കാമോ അതൊക്കെ ചേർത്താണ് ഈ 58 സെക്കൻഡുള്ള ട്രെയിലർ പോലും വന്നിരിക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറുള്ള സിനിമയിൽ എന്തൊക്കെ കാണുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കര രസമാണ്. കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ് 10-11 പേരുള്ള കണ്ണട വച്ച സംഘടനയുടെ നേതാക്കൾ പറയുന്നത്
ഞങ്ങളുടെ അംഗമായ, ഞങ്ങളുടെ എല്ലാമായ ഗീതു മോഹൻദാസ് ചെയ്ത സിനിമയിൽ ടോക്സിക്കിൽ മദ്യമോ പെണ്ണുപിടിയോ അടിപിടിയോ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിവാദമാക്കണ്ട. അക്കാര്യം ഞങ്ങൾ ഗീതുവിനോട് ചോദിച്ചോളാം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ? ഇവർ തന്നെയാണോ പോലീസ്, ഇവർ തന്നെയാണോ നിയമവും എല്ലാം? ഗീതുവിനെയൊന്നും പുറം സമൂഹം ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ചോദിച്ചോളാം, ഞങ്ങളെ സംഘടനയ്ക്കകത്ത് ചോദിച്ചോളാം എന്നാണ് പറഞ്ഞത്. പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും ഒന്നും ഇല്ലാത്തൊരു സംഘടനയാണല്ലോ, എല്ലാം ഓൺലൈൻ സംഘടനയാണ്. പക്ഷേ അതിനാണ് മുഖ്യമന്ത്രി വില കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. 10,000-10,000 പേര് ജോലി ചെയ്യുന്ന സിനിമാ ഫീൽഡിനെ മുഖ്യമന്ത്രിക്ക് വേണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ 11 പേര് മതി. അടുത്ത ഇലക്ഷനിൽ ഇതൊക്കെ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീവിരുദ്ധനായ കഥാപാത്രം, സ്ത്രീവിരുദ്ധത കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കസബയെ വിമർശിച്ചവർ, അതിൽ മുന്നിലുണ്ടായിരുന്ന ആളായിരുന്നു ഗീതു മോഹൻദാസ്. എന്നാൽ ഇപ്പോൾ ഈ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൽ നായികയെ പൊക്കിയെടുത്ത് ദേഹത്ത് മദ്യം ഒഴിച്ച് അർമാദിക്കുന്ന സീനടക്കം ഉണ്ടായിട്ടും സ്ത്രീവിരുദ്ധ ചിത്രം എടുക്കുന്നു ഞങ്ങളുടെ സംഘടനയിലുള്ള ആളെന്ന് അംഗീകരിക്കാൻ WCC തയ്യാറല്ല. അതോ ഇനി കേരളം വിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ പണി കഴിഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമേ സ്ത്രീകളുടെ ഉന്നമനം ഞങ്ങൾ ലക്ഷ്യമിടുന്നുള്ളൂ, മറ്റിടങ്ങളിൽ എന്തോ ആകാം എന്നുള്ള ധാരണയാണോ WCCക്കും അതിൻ്റെ തലപ്പത്തുള്ള ഗീതുവിനും എന്ന് എനിക്കറിയില്ല. ഇവരുടെ ഒരു നേതാവ് ഹിന്ദിയിൽ കയറിപ്പറ്റം കാണിച്ച വേഷവിധാനങ്ങളും അവിടെ നിന്ന് കാണിച്ച കുറേ അർമാദിക്കലും ഒക്കെ എനിക്കൊരാളയച്ചു തന്നു. ചേട്ടാ, കേരളത്തിൽ ഒരു തലയിൽ കണ്ണടയും വച്ചിട്ട് ഇവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് എന്തെല്ലാം പറയുന്നു ചേട്ടാ, പെണ്ണുപിടിയന്മാർ, അവന്മാർ, ഓമാർ, ഊളകളെന്നൊക്കെ. ഇവിടെ ബോംബെയിൽ വന്നിട്ട് സിനിമയുടെ പൂജ നടക്കുന്നിടത്തും സിനിമാ ചടങ്ങുകളിലും ലൊക്കേഷനിലൊക്കെ തുണി കൊടുക്കാതെ വന്നിരുന്ന് നായകൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ കൂടെ ഇരുന്ന് അവസരത്തിന് വേണ്ടി, ചാൻസിന് വേണ്ടിയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണേണ്ടതാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ പ്രഹസനങ്ങളാണ് ഈ സംഘടന കാണിക്കുന്നതെന്ന് ഞാൻ പറയും. കാരണം അവർക്ക് എന്തെങ്കിലും മനസ്സിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ ഗീതു മോഹൻദാസിനോട് പറയണം, ഈ സംഘടന ഇരുന്നോണ്ട് നാറ്റരുതേ, നമ്മൾ പറഞ്ഞതൊന്നും മറക്കരുതേ. കസബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മമ്മൂട്ടി എന്തെല്ലാം പറഞ്ഞു, നിതിനല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ടോക്സിക്കിൽ അതൊന്നും ഉണ്ടാവരുത് എന്ന് പറയണ്ടേ? പറയില്ല. അത് ഞങ്ങൾ ഉള്ളിൽ സംസാരിച്ചോളാം എന്നാണ് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് ചിലപ്പോൾ കളഞ്ഞിട്ട് പോകും, അതാണ് പ്രശ്നം. അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ വിധു വിൻസെൻ്റ് അടക്കം എത്ര പേര് ആ സംഘടനയിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണ്? മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് പോയേ? സ്ഥാനത്തും അസ്ഥാനത്തും മമ്മൂട്ടിയെ തെറി പറയുന്നു, വെറുതെ അവർക്ക് ഇഷ്ടമില്ലാത്തവരുടെ പേരിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ മഞ്ജു പോയത്. അതുണ്ടാക്കിയ മഞ്ജു, അതിൻ്റെ പിറകെ പലരും പോയി. അപ്പോൾ ഇനി ഗീതുവും കൂടെ പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. നിതിൻ രഞ്ജി പണിക്കർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു 4 വരി കുറിച്ചിട്ടുണ്ട്. 5 എന്തിന് 4 സ്ത്രീ വിരുദ്ധത തരുമ്പമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വസ്തുവത്കരിക്കുന്ന ആൺനോട്ടങ്ങളില്ലാത്ത, കസബയിലെ ആൺമുഷ്ക് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യ ആവിഷ്കാരമായിരുന്നു കസബ എന്നാണ് അദ്ദേഹം പറയുന്നത്. സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കിടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ് നിധിൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും തരം കാണും പോലെ മാറരുത്. ഒരു സംഘടന എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നിലപാടുകളിൽ വെള്ളം ചേർക്കരുത് എന്നാണ് ആമുഖമായിട്ട് ഇവരോട് പറയാറുള്ളത്. നമസ്കാരം. വീണ്ടും ഒരു യാത്ര പറയലിൻ്റെ കഥയാണ് പറയാനുള്ളത്. എന്തിലും ഏതിലും നർമ്മം കണ്ടെത്താനും അത് ആസ്വദിച്ച് ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്ന അസുലഭ ഭാഗ്യം കിട്ടിയ ചിലരുണ്ട് എന്ന് ഞാൻ പറയാം. അത് പ്രത്യേകിച്ച് സിനിമയിൽ അതൊരു സൗഭാഗ്യമാണെന്ന് ഞാൻ പറയും. ഏത് നെഗറ്റീവ് കണ്ടാലും പോസിറ്റീവായിട്ട് അതിനെ കാണാനും എന്തിലും ഏതിലും നർമ്മം കണ്ടെത്താനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് അപൂർവ ഭാഗ്യമുള്ളവർക്കേ നടക്കൂ. ഉദാഹരണത്തിന് സിദ്ദിഖ് ലാലിൻ്റെ ഒരു പടത്തിൻ്റെ പൂജ ചെന്നൈയിൽ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ച് കൊണ്ടും കൊടുത്തുമൊക്കെ നിൽക്കുകയാണ് സിദ്ദിഖ് ലാൽ. ഓരോരുത്തരും വരുന്നു, അവരുടെ ഓരോ തമാശകൾ പറഞ്ഞ് അകത്തേക്ക് കയറ്റിവിടും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗായകൻ സ്വർണ്ണ നിറത്തിലുള്ള ജുബ്ബ, ഇത്ര വീതിയുള്ള കസവിട്ട കോടിമുണ്ട് ഒക്കെ ഉടുത്ത് കഴുത്തിൽ കുറേ ഈ സ്വർണ്ണക്കടക്കാരല്ലേ തട്ടാന്മാരിടുന്ന പോലത്തെ
സ്വർണ്ണപ്പണിക്കാരിടുമ്പോഴത്തെ കുറേ മാലയൊക്കെ വാരിയിട്ട് കൈ നിറയെ നാഗസ്വരക്കാരെ പോലെ കുറേ മോതിരമൊക്കെ വാരിയിട്ട് ഇങ്ങനെ വന്നിറങ്ങി കാറിൽ. വന്നിറങ്ങിയ പാടെ ലാലു ചോദിച്ചു, ഇതെന്തോന്ന് മൊത്തം സ്വർണ്ണമാണല്ലോ എന്ന് പറഞ്ഞു. സ്പോട്ടിൽ അപ്പം തന്നെ സിദ്ദിഖിൻ്റെ മറുപടി വന്നു, അത് കുഴപ്പമില്ല, പാടുമ്പോഴേ വെള്ളി വന്നോളൂ, ആവശ്യത്തിലധികം വെള്ളി വന്നോളൂ. ഗായകൻ നിന്ന് ഉരുകിപ്പോയി. അന്ന് ആ പാട്ട് അദ്ദേഹത്തിന് പാടാൻ പറ്റിയില്ല, കാരണം മൊത്തം മൂട് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇയാൾ സ്വർണ്ണ കളറിലുള്ള ജുബയും വലിയ കസവുള്ള മുണ്ടും ദേഹം മുഴുവൻ സ്വർണ്ണാഭരണ വിഭൂഷിതനായി വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. വന്നിറങ്ങിയപ്പോൾ ഒരു നിർദോഷമായ ഒരു ചോദ്യം ലാൽ ചോദിച്ചതാണ്, ഇതെന്തോന്ന് ദേഹം മുഴുവൻ സ്വർണ്ണോ എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡ് പോലും പാഴായില്ല. അതിനുമേ മറുപടി വന്നു സിദ്ദിഖിൻ്റെ, അത് കുഴപ്പമില്ല, പാടുമ്പോൾ ഇഷ്ടംപോലെ വെള്ളി വന്നുള്ളൂ. ഇത് ഏത് കാര്യത്തെയും നർമ്മത്തോടെ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് കഴിയൂ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ബംഗ്ലാവ് ലൗദയിൽ ഔദയാക്കാനുള്ള മേക്കപ്പ് ടെസ്റ്റ് കിടക്കണം ലാലേട്ടൻ്റെ വീട്ടിൽ. പട്ടർ റഷീദ് ഞാനും കൂടെ ചെന്നു. ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആഗമന ഉദ്ദേശം പറഞ്ഞു, നമുക്ക് ബ്രോഷർ അടിക്കാനായിട്ട് ലാലേട്ടനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നോക്കണം, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് ഈ മനോഹരമായ താടിയും എടുക്കാമെന്ന് പറഞ്ഞു. താടിയും മീശി എടുക്കണം. അയ്യോ, താടി മീശി എടുക്കണോ? ഞാൻ ഓ. അദ്ദേഹം നാൻസി എന്ന് അകത്തേക്ക് നോക്കി വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിക്കൊണ്ട് വന്നു. നാൻസി, ദിനേശ് പറയുന്നതേ ഈ താടി മീശി എടുക്കണമെന്നാണ്. അയ്യോ ദിനേശെ, താടി മീശി എടുക്കരുത്, കാരണം ലാലിന് താടിയില്ല, കീഴ്ത്താടി വളരെ കുറവാണ്, അത് ബാലൻസ് ചെയ്യുന്നത് ഈ താടി വെച്ചാണ്, അതെടുക്കരുത്. അവരില്ല, അത് നമുക്ക് ഒരുപാട് പടങ്ങളിൽ ലാലേട്ടൻ ഈ താടി വെച്ച് ചെയ്തതല്ലേ, നമുക്കൊന്ന് എടുത്തു നോക്കാം, അഭംഗി തോന്നുകയാണെങ്കിൽ നമുക്ക് താടി വളർത്താം, വേറെ വല്ലവരും ആണെങ്കിൽ അപ്പം എണീക്കിടാന്ന് പറഞ്ഞനെ. കാരണം ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകൻ, എഴുതിയ തിരക്കഥകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ തിരക്കഥാകൃത്ത്, നിർമ്മിച്ച സിനിമകൾ മുഴുവൻ വലിയ നിർമ്മാതാവ്. ആ മനുഷ്യനോട് ഞാൻ പറയാണ്, അദ്ദേഹം വർഷങ്ങളോളം ആയിട്ട് വളർത്തിയിട്ടിരിക്കുന്ന താടി എടുക്കണം, താടി എടുക്കുമ്പോൾ മുഖത്തിന് അഭംഗി തോന്നുകയാണെങ്കിൽ നമുക്ക് താടി വളർത്തണം. പക്ഷേ പാവം അദ്ദേഹം ഒരു മടിയും പറഞ്ഞില്ല. എന്തായാലും നിനക്ക് ഞാൻ തല വെച്ച് തന്നു പോയില്ലേ, നീ പറഞ്ഞാൽ എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. വീട് നിങ്ങൾ കണ്ടിരിക്കും, കല്യാണരാമനിലെ ലാലു ലക്സിൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലാലിൻ്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ആ ഔട്ട് ഹൗസിൽ ചെന്നിരുന്ന് റഷീദ് താടി ആദ്യം ഒന്ന് ഡ്രിം ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് മൊത്തം എടുത്തപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഐശ്വര്യം പോയ പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് മുതൽ താടി വളർത്താം, നമുക്ക് കുറേ കുറ്റി താടി വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റി താടി വെച്ചാണ് അതിൽ ചെയ്തത്. അപ്പോൾ ഈ താടി ഡ്രിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേറെ ബോഡിയിലിരിക്കുകയില്ലേ, കഴുത്തിൽ ഈ കൊന്തയും എല്ലാം കൂടെ ചേർന്ന് എല്ലാം സ്വർണ്ണത്തിലുള്ള ഒരു 4-5 മാല കിടപ്പുണ്ട്. ഞാൻ കുള്ളാറ്റ് ചോദിച്ചു, ലാലേട്ടാ വരുമ്പോൾ ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഔദയും നല്ല ധനാഢ്യനല്ലേ, അപ്പോൾ ഈ ഒറിജിനൽ സ്വർണ്ണ മാലകൾ തന്നെ, ഈ കുരിശുമാലകൾ തന്നെ ഇട്ടിരുന്നാൽ അത് മതിയല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ചോദിച്ചു നാക്ക് വായ്ക്കുള്ളിലേക്ക് ഇട്ടില്ല. അതിനു മുമ്പ് എന്നോട് ചോദിക്കുകയാണ്, ഇതൊക്കെ പണയം വെച്ചാൽ വിറ്റൊക്കെ ആണോ നീ സിനിമ വെക്കാൻ പോകണമെന്ന്. സിനിമയിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, കടം വാങ്ങിക്കുമല്ലോ. അപ്പം നീ ഈ മാല എല്ലാം കൂടെ വിറ്റാലും ഒരു 2-3 ലക്ഷം രൂപ കിട്ടുമല്ലോ. അപ്പം നീ ഇതൊക്കെ വിറ്റും പണയം വെച്ചൊക്കെ ആണോ സിനിമ തീക്കാൻ പോണേ എന്ന് ചോദിച്ചു. അങ്ങനെ സ്പോട്ടിൽ പറയാൻ കഴിയുന്ന വേന്ദ്രന്മാരായിരുന്നു സിദ്ദിഖും ലാലും എന്ന് ഞാൻ പറയും. അവരുടെ പിൻഗാമി എന്ന് പറയാം ഷാഫിയുമായിട്ട് എനിക്ക് മാനസികമായി വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ മാറ്റയുടെ എന്തെങ്കിലും പ്രോഗ്രാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുമ്പോൾ ഹായ് ഒക്കെ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കുശലങ്ങൾ ചോദിച്ച് പിരിയുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത് തൊമ്മനും മക്കളും എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാരക്ടറിനെ പറ്റിയ ആർട്ടിസ്റ്റുകളുടെ സെലക്ഷനും ആരൊക്കെ വേണം എന്നുള്ള ചർച്ച നടക്കുമ്പോൾ എടശ്ശേരി മാൻഷൻ എന്നുള്ള ഹോട്ടലിൽ നടക്കുമ്പോഴാണ് ഞാൻ ലാലിനെക്കുറിച്ച് ബംഗ്ലാവ് ലൗദയിലെ സ്കെച്ച് ചെയ്തിട്ട് ഡിജിറ്റൽ സ്കെച്ചുമായിട്ട് എടശ്ശേരി മാൻഷനിൽ ചെല്ലുന്നത്, എങ്ങനെ നമുക്ക് മേക്ക് ഓവർ ചെയ്യണമെന്ന് കാണിക്കാനായിട്ട്. അതുകൊണ്ടൊന്നും കാണിച്ച് മമ്മൂക്ക അടക്കം എല്ലാവരും വാങ്ങി നോക്കി. പക്ഷെ മമ്മൂക്ക എന്താ ഒരക്ഷരം മിണ്ടിയില്ല, നോക്കിയിട്ട് തിരിച്ചു തന്നു. അവിടെ എന്നോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആര് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതിപ്പോൾ ലാലിൻ്റെ അച്ഛനെ തന്നെ അഭിനയിപ്പിച്ചാൽ പോരെന്ന് കേട്ടു. കാരണം മേക്ക് ഓവർ ഇതിപ്പോൾ ലാലേട്ടൻ്റെ അച്ഛൻ ഡിറ്റോ അതുപോലെ ഇരുന്നു. അദ്ദേഹം ആശുപത്രി കിടക്കായിരുന്നു. ലാലേട്ടൻ കൊണ്ടൊന്ന് ഇതൊക്കെയാണ് എനിക്ക് ഭാഗ്യം. എൻ്റെ ബംഗ്ലാവ് ലൗദ സ്പിൽബർഗ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നിർമ്മിച്ച സിനിമകൾ മുഴുവൻ സൂപ്പർ ഹിറ്റാക്കിയ, അഭിനയിച്ച സിനിമകൾ മുഴുവൻ മനോഹരമാക്കിയ, സംവിധാനം ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ,
ലാൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പടം ഓടിയില്ല, നിങ്ങളൊക്കെ പറയുന്ന പോലെ പൊട്ടപ്പടം എന്ന് വെച്ചോ, പക്ഷേ എൻ്റെ പടത്തിൽ ഒരു ഷോട്ടിൽ പോലും ലാലേട്ടൻ ദിനേശ് ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ എടുക്കേണ്ടതെന്ന് എൻ്റെ ചോദിച്ചിട്ടില്ല. അത്രയും സ്വാതന്ത്ര്യം എനിക്ക് തന്ന ആളാണ് ലാൽ. അപ്പോൾ ആ സ്കെച്ച് കണ്ടപ്പോൾ ലാലേട്ടൻ തന്നെ അതിശയപ്പെട്ടു പോയി. ഞാൻ ലാലേട്ടൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. പോൾ എന്ന് പറഞ്ഞ ആ യേശുദാസിൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ ലാലേട്ടൻ കൊണ്ടുവന്ന് ഈ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി എന്നാണ് എൻ്റെ ലാലേട്ടൻ പറഞ്ഞത്. കാരണം അദ്ദേഹം എങ്ങോട്ട് പോയി നോക്കണ്ട, അതുപോലെ സ്കെച്ച് ചെയ്തപ്പോൾ അതുപോലെ സാമ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രാജംബി ദേവ് അടക്കമുണ്ട്. അപ്പോൾ രാജംബി ദേവ് ഞാൻ നല്ല ബന്ധം നാടകകാലം മുതൽ. രാജംബി ദേവിനെയും ബെന്നി പി നായരമ്പലത്തെയും ഞാൻ വർഷങ്ങളോളം എനിക്ക് സിനിമയിൽ എത്തുന്നതിന് മുമ്പ്, രണ്ടുപേരും എത്തുന്നതിന് മുമ്പേ പരിചയമുണ്ട്. അപ്പോൾ തൊമ്മനും മക്കളുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ലാല് തൊമ്മനായിട്ടും മക്കളായിട്ട് ജയസൂര്യയും പൃഥ്വിരാജിനെയും വെച്ചാണ് ഈ പടം ചെയ്യാനിരുന്നത്. അതിൻ്റെ ചർച്ചകൾ നടക്കുകയും പൃഥ്വിരാജ് വന്ന് കഥ കേൾക്കുകയും ജയസൂര്യ ഡേറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത ശേഷം ലാല് കുറ്റിമുടിയുള്ള നരച്ച മുടിയുള്ള വിഗൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മുടിയെ ഡ്രിം ചെയ്ത് നരപ്പിച്ചൊക്കെ ചെയ്യാമെന്നൊക്കെ എല്ലാം ഫിക്സ് ചെയ്ത് വന്നതാണ്. അപ്പോഴാണ് ഈ കഥ കേട്ട മമ്മൂക്ക പറയുന്നത്, എടാ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം, നമുക്ക് തൊമ്മനായിട്ട് വേറൊരാളുടെ കണ്ടെത്താം, മക്കൾ രണ്ടുപേരുമായിട്ട് നീ ഞാനും ആയാലെന്താ എന്ന് ചോദിച്ചിടത്താണ് ഈ കഥയ്ക്കൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ തൊമ്മനാകേണ്ടത് ആര്, അതായത് മമ്മൂട്ടിയുടെ അച്ഛനാവേണ്ടത് ആര് എന്നുള്ള ചർച്ച നടക്കുകയാണ്. അപ്പം പലരുടെയും പേര് വരുന്നുണ്ട്. കലാശാല ബാബുവിൻ്റെ പേര് വരുന്നുണ്ട്, നെടുമുടി വേണുവിൻ്റെ പേര് വരുന്നുണ്ട്, ഇങ്ങനെ പലരുടെയും പേര് പറയുന്നുണ്ട്. അതിൽ രാജംബി ദേവിൻ്റെ പേരുമുണ്ട്. അപ്പോൾ ചേർത്തല ജൂബിലി രാജംബി ദേവിൻ്റെ ട്രൂപ്പിലൂടെ നാടകരംഗത്തെത്തി. അവിടെ നിന്നാണല്ലോ സിനിമയിലേക്ക് ബെന്നി വന്നത്. അതുകൊണ്ട് തന്നെ രാജേട്ടനുമായിട്ട് വളരെ മാനസിക അടുപ്പമുണ്ട് ബെന്നിക്ക്. അപ്പോൾ രാജംബി ദേവും വന്നിരിപ്പുണ്ട്. പക്ഷേ തൊമ്മൻ ആരെന്നുള്ളത് ചർച്ച പൂർണ്ണമായിട്ടില്ല. എന്നെ കണ്ടപ്പോൾ രാജേട്ടൻ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെടാ, ഇതിലെ തൊമ്മൻ എന്ന് പറഞ്ഞ പ്രധാന വേഷം എനിക്ക് കിട്ടിയാൽ ഞാൻ മനോഹരമാക്കും, അത്രയും സുന്ദരമായ വേഷമാണ്. പക്ഷേ ആ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളത്തിൽ സാധാരണ വിളിക്കുന്ന തെറി സ്നേഹപൂർവ്വമാണ്. അവൻ എൻ്റെ പേര് പറയുന്നില്ലടാ എന്ന് പറഞ്ഞാൽ ആര് ബെന്നിയെ പറയുകയാണ്. നീ ഒന്ന് ചോദിരടാ തൊമ്മൻ ഞാനാണോ, അല്ലെങ്കിൽ എനിക്ക് അറ്റാക്കൊന്ന് ഞാൻ ചാവും. ഞാൻ ബെന്നിയെ വിളിച്ച് അടുത്ത നിലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പോയി ഞാൻ ബെന്നിയോട് ചോദിച്ചു, ബെന്നി ആരൊക്കെ കാസ്റ്റിംഗ് എല്ലാം ഏറെക്കുറെ ഞങ്ങൾ ഫിക്സ് ചെയ്തു. ആരൊക്കെയാണ്? അതിങ്ങനെ തൊമ്മനായിട്ട് രാജേട്ടൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ രാജേട്ടനെ ഫിക്സ് ചെയ്തു. പക്ഷേ ഇതുവരെ ഈ പുള്ളിയോട് പറഞ്ഞിട്ടില്ല, പറയണ്ട, ഞങ്ങൾ കലാശാല ബാബുവോ നെടുപടി വേണോ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ, BP കൂടട്ടെ എന്ന് ബെന്നി എന്നോട് പറഞ്ഞു. അപ്പോൾ രാജേട്ടനെ ഉറപ്പിച്ചു. ഞാൻ താഴെ വന്ന് ബെന്നി ഞങ്ങളുടെ താഴേക്ക് ഇറങ്ങും മുമ്പേ രാജേട്ടൻ എന്നെ കൊത്തിപ്പറിച്ചുകൊണ്ട് വീണ്ടും മേളിലേക്ക് കൊണ്ടേ, എടാ എന്ത് പറഞ്ഞിടാവേ, ചേട്ടാ ക്ഷമിക്കണം, അത് നെടുമുടി വേണുവാണ് ആ വേഷം ചെയ്യുന്നത്. അപ്പം ഞാനോ, നിങ്ങൾക്കതിലൊരു നായികയുടെ അച്ഛൻ്റെ വേഷമുണ്ടോ, അതായിരിക്കും നിങ്ങൾ. രാജേട്ടൻ സർവ്വ നാടിയും തകർന്ന് പാവം രാജേട്ടനെ ഒരു 3-4 മണിക്കൂർ അവിടെ ഇട്ട് വട്ടാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെയാണ് തൊമ്മനെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം കാണണമായിരുന്നു. എല്ലാവരും കെട്ടിപ്പിടിച്ച് തുപ്പലോടെ ഉമ്മം വെച്ച് ഞാനത് ഒരിക്കലും മറക്കില്ല. അപ്പോൾ അവിടെ വെച്ചാണ് ഷാഫിയുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കുന്നത്. അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഷാഫിയുമായിട്ട് സംസാരിക്കും. എൻ്റെയും ഷാഫിയുടെയും ഒരു കോമൺ സുഹൃത്തുണ്ട്, കാനഡക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ലീവിന് വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പിന്നാലെ പറയുന്നുണ്ട് ആ കഥ. അദ്ദേഹം ഷാഫിയുടെ വീട്ടിൽ ചെല്ലുകയോ ഷാഫി ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ സംസാരത്തിനിടയിൽ എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഷാഫി പറയും, ഇങ്ങനെ ഒതുക്കപ്പെടേണ്ടവനല്ല ശാന്തിപിള്ള എന്ന് പറയുമായിരുന്നു എൻ്റെ ആബ്സെൻറ്റിൽ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദിനേശ് അയാൾക്ക് എന്തൊരു ഇഷ്ടമെന്നറിയാം, നിങ്ങൾ എന്തൊരു ബഹുമാനം എന്നറിയാം. അയാൾ പറയുന്നത് ഇങ്ങനെയൊന്നും ഒതുക്കി ഒരു സിനിമ കൊണ്ട് ഒതുക്കി മലയാള സിനിമ കളയേണ്ട ആളല്ല ദിനേശ് എന്നാണ് അയാൾ പറയാറ്. എന്തായാലും ഷാഫി പോയി. ഒരു തമിഴ് പടം അടക്കം 18 സിനിമകൾ 19 വർഷത്തിനിടയിൽ ഷാഫി സംവിധാനം ചെയ്തു. ആ ഒരു തമിഴ് പടം എന്ന് പറയുന്നത് തുമ്മനും മക്കളും മജ എന്ന് പറഞ്ഞ് തമിഴ് ചെയ്തത്, നമ്മുടെ വിക്രമിനെ നായകനാക്കിക്കൊണ്ട്. 2001 വൺ മാൻ ഷോ എന്ന് പറഞ്ഞ സിനിമ ഷാഫി ചെയ്യുന്നത്. ജയറാമായിരുന്നു നായകൻ. ഷാഫിയുടെ ജ്യേഷ്ഠൻ റാഫിയും ഷാഫി പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് മക്കാട്ടിൻ റാഫിക്ക്.
അപ്പോൾ അങ്ങനെ മെക്കാട്ടിനും കൂടി ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയായിരുന്നു വൺ മാൻ ഷോ. സംയുക്ത വർമ്മയായിരുന്നു നായിക. ഒരുപാട് എന്താ പറയുക, ചർച്ചകളൊന്നും ചെയ്യാതെ നമുക്ക് ഒറ്റ അടിക്ക് പറഞ്ഞാൽ ഞാൻ പറയും ഇതൊരു വട്ട് സിനിമയായിരുന്നു ഈ വൺ മാൻ ഷോ. ഒരു തുടക്കക്കാരനായ സംവിധായകൻ ധൈര്യപൂർവ്വം ഈ വിഷയവുമായി ഇറങ്ങി തിരിച്ചത് റാഫി മെക്കാട്ടിൻ എന്ന് പറഞ്ഞ നല്ല എന്താ പറയുക കച്ചവട മൂല്യമുള്ള തിരക്കഥാകൃത്തുക്കളുടെ പിൻബലത്തിലാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിറ്റേ വർഷം 2002 ഷാഫി സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറി. കല്യാണരാമൻ ഇപ്പോഴും നമ്മൾ കണ്ടാൽ എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിലെ ട്രോളുകൾ ഇപ്പോഴും കണ്ടില്ല, എന്തുമാത്രം ട്രോളുകൾ. മനോഹരമായി ഷാഫി ചെയ്ത സിനിമയായിരുന്നു. ഏതെങ്കിലും അമ്പലത്തിലോ ഓഡിറ്റോറിയത്തിലോ ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ വെൽക്കം എന്നെഴുതിയ ആർച്ച് കണ്ടാൽ അപ്പോൾ എനിക്ക് കല്യാണരാമൻ ഓർമ്മ വരും. കാരണം മെൽക്കൗ അക്ഷരങ്ങൾ കൊണ്ട് മാറ്റി ഒട്ടിച്ച് മെൽക്കൗ എന്ന് പറഞ്ഞ ആർച്ചുമായിട്ട് നമ്മളെ നാരായണൻകുട്ടി നാരായണൻകുട്ടി പോകുന്ന ബോർഡ് എനിക്ക് ഓർമ്മ വരും. പിറ്റേ വർഷം പുലിവാൽ കല്യാണം, ജയസൂര്യ ആയിരുന്നു നായകൻ. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ പുലിവാൽ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴാണ് തൊമ്മനും മക്കളും. അതിൻ്റെ തമിഴാണ് മജ. രാജംബിദേവും മമ്മൂട്ടിയും ലാലും പൂന്തി വിളയാടിയ സിനിമ എന്ന് പറയാം. അത് മജയായപ്പോൾ വിക്രമും പശുപതിയും മണിവർണ്ണനുമാണ്. അസിനായിരുന്നു നായിക ആ സിനിമ ചെയ്തത്. ബിജു മേനോനെ ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ പരിചയപ്പെടുത്തിയ സിനിമ കൂടെയായിരുന്നു മജ. 2022 പുറത്തു വന്ന ഷറഫുദ്ദീനും ഇന്ദ്രൻസും പ്രധാന വേഷം ചെയ്ത ആനന്ദ പരമാനന്ദമായിരുന്നു അവസാനം ചെയ്ത ഷാഫിയുടെ സിനിമ 2022. അത് കഴിഞ്ഞ് 3 വർഷക്കാലം ഷാഫി സ്റ്റാർട്ടും കെട്ടും പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ, വലിയ മാർക്കറ്റ് വാല്യുള്ളൊരു സംവിധായകൻ എത്ര പെട്ടെന്ന് താഴേക്ക് പോയി. 18 സിനിമകൾ സംവിധാനം ചെയ്തു. തൊമ്മനും മക്കളും മജ എന്ന പേരിൽ റീമേക്ക് ചെയ്തു. ബാക്കി 17 സിനിമകളിലും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മമ്മൂട്ടി, ദിലീപ്, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ജയറാം തുടങ്ങി ഷറഫുദ്ദീൻ വരെ ഷാഫിയുടെ പടത്തിൽ നായകരായി. മോഹൻലാലിനെ വെച്ച് മാത്രം ഷാഫി ഒരു പടം സംവിധാനം ചെയ്തിട്ടില്ല. 2015 പുറത്തു വന്ന ടു കൺട്രീസ് ഒരു പണം വാരി പടമായിരുന്നു. എൻ്റെ സുഹൃത്തായ നമ്മുടെ ചിപ്പി രഞ്ജിത്ത് എന്ന് വിളിക്കുന്ന എം രഞ്ജിത്തായിരുന്നു പ്രൊഡ്യൂസർ, ദിലീപായിരുന്നു നായകൻ. വിദേശത്ത് ചിത്രീകരിച്ച സിനിമ ടു കൺട്രീസ് രഞ്ജിത്തിന് അതുവരെ ഉണ്ടായിരുന്ന എന്തെല്ലാം ബാധ്യതകളുണ്ടായിരുന്നോ അത് മുഴുവൻ തീർത്തെടുത്ത കോടികൾ വാരിക്കൂട്ടിയ, എനിക്കൊണ്ട് 10-40 കോടി രൂപ ലാഭം കിട്ടിയ സിനിമയായിരുന്നു. രഞ്ജിത്ത് തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാ ബാധ്യതകളും തീർത്തു ദിനേശയാര സിനിമ. ടു കൺട്രീസ് ഓടി തകർക്കുമ്പോൾ ഒരു നാൾ ഷാഫിയെ കാണാൻ രഞ്ജിത്ത് എറണാകുളത്ത് ചെന്നു. പുതുപുത്തൻ നമ്പറൊന്നും വയ്ക്കാത്ത ബ്ലാങ്ക് നമ്പർ പ്ലേറ്റൊക്കെ ആയിട്ടുള്ളൊരു പുതിയ ഓടി കാർ ഓടിച്ചാണ് ചെന്നത്. അപ്പോൾ ഷാഫി ഇറങ്ങി വന്നു. ഷാഫിയും രഞ്ജിത്തുമായിട്ട് ഒരുപാട് കുശലങ്ങൾ സംസാരിച്ചു. അപ്പോൾ രഞ്ജിത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ പുതിയ കാർ ചോദിച്ചു. ഷാഫി പറഞ്ഞു, അത് ഓടിയല്ലേ, ഓടി കാർ എന്ന് പറയുമ്പോൾ എന്തോന്ന് പറയാൻ എന്നായി ഷാഫി. ഓടിച്ചു നോക്കുന്നോ? വേണ്ട ഓടിച്ചു നോക്ക് എന്നായി രഞ്ജിത്ത്. കാറിൻ്റെ കീ എടുത്ത് ഷാഫിക്ക് കൊടുത്തു. വലിയ ലാഭം ടു കൺട്രീസ് നേടിക്കൊടുത്തപ്പോൾ ഷാഫിക്ക് വേണ്ടി രഞ്ജിത്ത് വാങ്ങിക്കൊടുത്ത സമ്മാനമായിരുന്നു ആ ഓടി കാർ. പക്ഷെ അത് ഷാഫി അറിഞ്ഞില്ല, ഇതെനിക്ക് ഓടിക്കാൻ തന്നു എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഓടിച്ചോന്ന് പറഞ്ഞ് തന്നതാണെന്ന് അറിഞ്ഞില്ല. അത്രയും ആത്മബന്ധമുണ്ടായിരുന്നു രഞ്ജിത്തും ഷാഫിയുമായിട്ട്. തൊമ്മനും മക്കളും ലാൽ നിർമ്മിച്ച് ഷാഫി സംവിധാനം ചെയ്ത സിനിമയാണല്ലോ. ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഒരു എസ്റ്റേറ്റ് തന്നെ ലാൽ വാങ്ങി എന്ന് പറഞ്ഞാൽ തൊമ്മനും മക്കൾ എത്ര ലാഭം ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ചു. അതിന് തൊമ്മനും മക്കളും എസ്റ്റേറ്റ് എന്നാണ് പേരിട്ടത്. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ലാലേട്ടനെയൊക്കെ പോലുള്ള ഒരു സിനിമാക്കാരെ എങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇപ്പോൾ മോഹൻലാൽ തന്നെ എത്ര സ്ഥാപനങ്ങൾ ഇറങ്ങി. ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടം തീരുമ്പോൾ മറച്ച് വിറ്റ് കളയുമല്ലോ. അതുപോലെ എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റും ലാൽ വിറ്റോ എന്ന് എനിക്ക് സംശയമുണ്ട്. തൊമ്മനും മക്കളും എസ്റ്റേറ്റ് എന്നായിരുന്നു പേര്. അതുപോലെ തന്നെ മമ്മൂട്ടിയെ കൊണ്ട് നന്നായിട്ട് കോമഡി ചെയ്യിച്ച സംവിധായകനായിരുന്നു ഷാഫി. മായാവിയിൽ ശബ്ദം മാറ്റിയൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തൊമ്മനും മക്കളിലെ വേഷം എന്ത് രസമായിട്ട് ചെയ്തതാണ്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, പണമാരി പടങ്ങളായിരുന്നു ഇവയൊക്കെ. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ടു കൺട്രീസിന് ശേഷം വിലപിടിപ്പുള്ള ഒരു താരങ്ങളും ഷാഫിക്ക് പിന്നെ ഡേറ്റ് കൊടുത്തില്ല. അത് ക്രൂരമായി പോയി എന്ന് ഞാൻ പറയും. സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകന് ഒരു സിനിമ ചെയ്യാനുള്ളൊരവസരം ആരും ഡേറ്റ് കൊടുത്തില്ല. ഈ വിലപിടിപ്പുള്ള ഒരു താരങ്ങളും
ഡേറ്റ് കൊടുത്തില്ല. ആ വിലപിടിപ്പുള്ളവർ തന്നെ ഷാഫി മരിച്ചു കിടക്കുന്ന ചലനം പറ്റിയ ശരീരം കാണാൻ വന്നിട്ട് എൻ്റെ സഹോദരനാണ്, എൻ്റെ അമ്മ പറ്റില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാചകം അടിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നി. എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഷെർലക് ടോംസും ഒരു പഴയ ബോംബ് കഥയും ചിൽഡ്രൻസ് പാർക്കും ആനന്ദം പരമാനന്ദവും ഒക്കെയായി ചെറിയ നടീനടന്മാരെ വച്ച് ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകൾ ചെയ്ത് 6 വർഷക്കാലം കഴിയേണ്ടി വന്നു. സൂപ്പർ സിനിമകൾ ചെയ്ത ഷാഫി പിള്ളേരുകളി സിനിമയിൽ തളയ്ക്കപ്പെട്ടു 6 വർഷക്കാലം. അത് കഴിഞ്ഞ് 3 വർഷക്കാലം, മൊത്തത്തിലൊരു 10 വർഷക്കാലം ഷാഫി ശരിക്കും പറയാൻ വാനിഷ് ചെയ്ത് പോയി സിനിമയിൽ നിന്നെന്ന് പറയാം. ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ അല്പം നോവോടെ തന്നെ ഷാഫി പറഞ്ഞു, നിങ്ങളുടെ നായകനടക്കം ഒരു ഡേറ്റ് തരാതെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. 3 വർഷമായി ഓടും എന്നുറപ്പുള്ള ഒരു കഥ പറയാൻ ഞാൻ സമയം ചോദിക്കുന്നു, പക്ഷേ കഥ കേൾക്കാൻ സമയമില്ല നായകന്മാർക്ക്. അയാളെ വെച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള നായകന്മാർക്ക് കഥ കേൾക്കാൻ സമയമില്ല. 3 വർഷമായിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ അലയുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതാണ് സിനിമ എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. ഷാഫി, അതാണ് സിനിമ ഷാഫി. എനിക്കതൊന്നും ഫീൽ ചെയ്യില്ല. കാരണം നമ്മളൊരു പടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം സംവിധാനം ചെയ്യാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതിൽ എനിക്കൊരു പ്രയാസമില്ല. കാരണം നമ്മൾ വേറെ വഴിയൊക്കെ അങ്ങ് പോയി. പക്ഷേ ഷാഫിയെ പോലുള്ള ഒരാളിനെ മാനസികമായി തകർക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ ഹിറ്റുകൾ ചെയ്ത ഒരു സംവിധായകൻ 10 വർഷക്കാലമായി അവരുടെ ആരുടെയും ഒരു ഡേറ്റ് കിട്ടാതെ കാത്തിരിക്കുക ഒരു കലാകാരന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണത്. പിന്നെ ഞാൻ അറിഞ്ഞത് ഷാഫി മോശമല്ലാത്ത മദ്യപാനിയായി കഴിഞ്ഞു എന്നതാണ്. സച്ചി മരിക്കുന്നതിന് മുമ്പ് 2019 തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ നിന്ന് വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരും. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് ലേ മെലഡീൻ്റെ എതിർവശത്തുള്ള ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടലുണ്ടല്ലോ. ഞാൻ ആകെപ്പാടെ ആ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചത് ഈ സുഹൃത്ത് വരുമ്പോഴാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ക്രൗൺ പ്ലാസയിൽ ഒരു 3-4 ദിവസം ഉണ്ടാവും. ഞങ്ങൾ കുശലങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു 3 ദിവസം അവിടെ തങ്ങും. സന്ധ്യയോടടുക്കുമ്പോൾ ഒരു വലിയ ബാഗിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വിലപിടിപ്പുള്ള മദ്യത്തിൻ്റെ വലിയൊരു ജാറും പിന്നെ കുറേ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ, ഈത്തപ്പഴം, പിസ്ത, കുന്തംകുട, ചക്ര, സ്പ്രേ, ഭാര്യമാർക്കുള്ള ബാഗ് എല്ലാം കൂടെ ഒരു വലിയ ബാഗ് നിറയ്ക്കും. നിറച്ച് റെഡിയായിട്ട് എൻ്റെ പറയും, നമുക്ക് പോയാലോ? ഞാൻ പറയും, ഞാൻ വരില്ല എന്ന് പറയും. അതെന്ത്? അപ്പോൾ ഒന്ന്, നിങ്ങൾ പോകുന്നത് ഷാഫിയുടെയോ സച്ചിയുടെയൊക്കെ വീട്ടിലാണ്. അവരുമായിട്ട് കാണുമ്പോൾ ഹായ് ബന്ധത്തിനപ്പുറം എനിക്കൊരു ബന്ധമില്ല. 2, ഞാനൊരു മദ്യപാനി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ മദ്യപാന സദസ്സിൽ ഞാനിരിക്കുമ്പോൾ ഭയങ്കര ബോറടിക്കും. എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ നിങ്ങളെല്ലാം നോണൊക്കെ കഴിക്കുന്നവരാണ്, ഞാനത് കഴിക്കുന്ന ആളല്ല. ഞാൻ വരുന്നില്ല എന്നുകൊണ്ട് ഞാൻ ക്രൗൺ പ്ലാസിൽ തന്നെ ഇരിക്കും. ഇവർ പോവും. ഇന്ന് സച്ചിയുടെ വീട്ടിലാണ് ഈ കൂടലെങ്കിൽ നാളെ ഷാഫിയുടെ വീട്ടിലായിരിക്കും. പക്ഷേ മദ്യപിക്കുന്ന മദ്യപന്മാരുടെ മുഖം ഒന്ന് തന്നെ എല്ലാ ദിവസവും. രാത്രി വൈകി നല്ല ആടിച്ച് പിമ്പിരിയായി അബോധാവസ്ഥയിലായിരിക്കും സുഹൃത്ത് വരുന്നത്, എൻ്റെ സുഹൃത്ത് വരുന്നത്. വന്നിടം തന്നെ വീണ് കിടന്ന് ഉറങ്ങും. നേരം വെളുക്കുമ്പോൾ തലേന്ന് നടന്ന കഥകൾ, മദ്യപാന സദസ്സിലുണ്ടായിരുന്ന കഥകൾ പറയും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളെ ഇങ്ങനെ ഒരു പടം കഴിഞ്ഞിട്ട് നിങ്ങളെ മലയാള സിനിമ ഒതുക്കാൻ പാടില്ലാത്ത ആളായിരുന്നു എന്ന് ഇന്നലെ ഷാഫി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ ആബ്സെൻറ്റിൽ ഷാഫി ഇത് പറയുന്നില്ലേ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സച്ചിയും ഷാഫിയുമൊക്കെ കൺട്രോള് പോയ മദ്യപാനികളായി വളർന്നു എന്ന് ഞാൻ അറിയുന്ന ആ സന്ദർഭത്തിലാണ്. ഷാഫിയുടെ 1 മാൻ ഷോ മുതൽ പരിശോധിച്ചാൽ ഒരു കാര്യം പറയാം. വർണ്ണാഭമായ ഫ്രെയിമുകളിൽ പറയുന്ന വിഷയങ്ങളെ ഷാഫി സംവിധാനം ചെയ്തിരുന്നുള്ളൂ. ഒരുപാട് കഥാപാത്രങ്ങൾ, അവർക്കൊക്കെ നർമ്മത്തിൻ്റെ ഫ്ലേവർ, നല്ല പാട്ടുകൾ, മൊത്തത്തിൽ ഒരു ഉത്സവലഹരിയിൽ വേണമെങ്കിൽ ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ഇറക്കാവുന്ന സിനിമകളാണ് ഷാഫി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആകണം 18 സിനിമകളിൽ 10 എണ്ണമെങ്കിലും മെഗാ ഹിറ്റുകളായിരുന്നു. പൊളിഞ്ഞവ എന്ന് പറയാൻ അവസാനം ചെയ്ത 4-5 സിനിമകളേ ഉള്ളൂ. കാരണം അവ ഷാഫി ചെയ്യേണ്ടിയിരുന്ന സിനിമകളായിരുന്നില്ല. സിനിമയാണ് എൻ്റെ പാഷൻ എന്നൊന്നും കരുതി ജീവിതം തുടങ്ങിയ ആളല്ല ഷാഫി. ഞാൻ ജനിച്ചത് സിനിമാക്കാരനാവാനാണെന്നുള്ള ഒരു ചിന്തയും ഒരിക്കലും ഷാഫി വച്ചു പുലർത്തിയിരുന്നില്ല. കൂട്ടുകുടുംബത്തിൽ നിന്നും അയാളുടെ അമ്മാവനായ സിദ്ദിഖ് കലാഭവനിൽ മിമിക്രിക്കാരനായി അവിടുന്ന് പോയിടത്ത് നിന്നാകണം ഷാഫിയും കൊള്ളാമല്ലോ പരിപാടി എന്നുള്ള ചിന്ത ഷാഫിക്കും ഉണ്ടായത്. പിന്നെ അറിയുന്നു മാമ ഫാസിലിൻ്റെ സംവിധാന സഹായി, പിന്നെ സിനിമകൾക്ക് കഥയെഴുത്തും, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, നാടോടിക്കാറ്റ് പോലുള്ള സിനിമകൾക്ക് കഥയെഴുത്തുമൊക്കെ ആയിട്ട് മാമൻ വഴി മാറുകയാണെന്ന് മനസ്സിലായി. പിന്നെ സംവിധായകനായി
സിദ്ദിഖ് മാറി. പിന്നാലെ അറിയുന്നു തൻ്റെ ഇക്കയും റാഫി മെക്കാട്ടിലെ റാഫിയും ആ വഴിയെ പോകുന്നതാണ്. റാഫി മെക്കാട്ടിനുമായി ചേർന്ന് തിരക്കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ ഉപജീവനത്തിനൊരു മാർഗമായി കണ്ട ബാഗ് നിർമ്മാണം ഒക്കെ നിർത്തി. റാഫിയും ഷാഫിയും കൂടെ നടത്തിയിരുന്നതാണ് ബാഗ് നിർമ്മാണം. അതൊക്കെ നിർത്തി ഞാൻ സിനിമാക്കാരനാകാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചു റാഫി മെക്കാട്ടിൻ തിരക്കഥ എഴുതി 1995 രാജസേനൻ സംവിധാനം ചെയ്ത ജയറാം നായകനായ ആദ്യത്തെ കൺമണിയിൽ ഷാഫി സംവിധാന സഹായിയായി. രാജസേനൻ്റെ തന്നെ ദില്ലിവാല രാജകുമാരനും സിദ്ദിഖിൻ്റെ ഹിറ്റ്ലറിലും ഫ്രണ്ട്സിലും ഒക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി. റാഫി മെക്കാട്ടിൻ സംവിധായകനായപ്പോൾ അവരോടൊപ്പം കൂടി അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. റാഫി മെക്കാട്ടിൻ്റെ തിരക്കഥയിൽ 2001 വൺ മാൻ ഷോ സംവിധാനം ചെയ്ത് സ്വതന്ത്ര സംവിധായകനായത്. തിരക്കിലും വമ്പൻ വിജയത്തിലും സജീവമായി നിന്ന ഷാഫി എന്ന സംവിധായകനോട് തൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ അവർ തന്നെ നീതി പുലർത്തിയില്ല എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ വഴിമാറി നടന്നു എന്ന്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ തങ്ങൾക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്ന സംവിധായകൻ്റെ മുന്നിലൂടെ അവർ വഴിമാറി നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഷാഫിയിൽ വന്ന മാറ്റങ്ങളോട് പ്രതികരിച്ചാണോ എന്നും എനിക്കറിയില്ല. കാരണം ഇയാളൊരു മദ്യപാനിയൊക്കെയായി മാറുന്നു, സെറ്റിൽ പ്രശ്നമാണെന്ന് തോന്നിയതുകൊണ്ട് മാറിയൊന്നും എനിക്കറിയില്ല. എന്തായാലും സൂപ്പർ താരങ്ങൾ അതാരൊക്കെ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പടത്തിൽ ഈ ഷാഫിയുടെ 17 പടങ്ങളിൽ അഭിനയിച്ച ആരൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവരെല്ലാം വഴിമാറി നടന്നു. ഷാഫിയെ ഒഴിവാക്കി എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ സിനിമകളിൽ സഹകരിച്ച് 100-150 ദിവസങ്ങൾ ഓടുന്ന സിനിമയുണ്ടാക്കിയവർ പിന്തിരിയുന്നത് ഷാഫിയെ അസ്വസ്ഥനാക്കിയിരിക്കാം. ഒരു കഥ പറയാൻ 3 വർഷത്തോളം ഡേറ്റ് കാത്തിരുന്നിട്ടും സമയം കൊടുത്തില്ല എന്നത് ക്രൂരമാണെന്നേ പറയാൻ പറ്റൂ. ഇനി യാവനായാലും ശരി, ചെയ്തത് ക്രൂരമാണ്. 3 വർഷം ഷാഫി ഒരു കഥ പറയാം. നിങ്ങൾ ഈ കഥ കേട്ടാൽ നിങ്ങൾ ചെയ്യും, പ്ലീസ് എൻ്റെ കഥ കേൾക്കുന്നുണ്ട്. 3 വർഷം സമയമില്ലാതെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് വേന്ദ്രന്മാരുള്ള കാലമാണ് മലയാള സിനിമ. എന്നോട് തുറന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ഇതേ ക്രൂരത സൂപ്പർ ഹിറ്റായ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ബെന്നി പി നായരമ്പലത്തോടും ഈ താരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയും. ബെന്നിയോട് ചോദിച്ചാൽ ബെന്നി പറയും, അതൊക്കെ ദിനേശൻ്റെ തോന്നലാണെന്ന് പറയും. ഞാൻ സത്യമേ പറയും. ബെന്നി പി നായരമ്പലത്തിൻ്റെ സ്ക്രിപ്റ്റിന് പവൻ വിലയുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ബെന്നി ഒരു തിരക്കഥ എഴുതിയിട്ട് വർഷം എത്രയായി? ഈ പറയുന്ന അയാളുടെ പടങ്ങളിലൂടെ 100-150 ദിവസം ഓടിയ സിനിമകളിൽ അഭിനയിച്ച നായകന്മാർ പൊട്ടിപ്പൊളിഞ്ഞും പിഞ്ഞാണാവുന്ന സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ബെന്നിക്ക് ഒരു തിരക്കഥ എഴുതാനുള്ള അവസരമോ അത് ഷാഫിയെ പോലെ ഒരാൾ ഡയറക്ടറോ അവർ തീരുമാനിക്കുകയില്ല. സമയമില്ല, കഥയൊക്കെ സമയമില്ല എന്നേ പറയൂ. അതാണ് സിനിമ എന്ന് പറയാം. സിനിമ എപ്പോഴും അങ്ങനെയാണ്. ബെന്നിയുടെയൊക്കെ തിരക്കഥയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറയും ന്യായവാദത്തിന്. ശുദ്ധമായ ഹാസ്യ സിനിമകൾ കാണാൻ മലയാളി പ്രേക്ഷകർ ഇപ്പോഴും കൊതിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറയും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ബാറോസ് കാണാൻ പോയിട്ട് വന്ന് സിന്ധു എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. എന്നാൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്ന എത്രയോ സിനിമകളുണ്ടായിരുന്നു. കല്യാണരാമനും പുലിവാൽ കല്യാണമൊക്കെ സിന്ധു ഒരു 50 എൻ്റെ മോനും അതെ. അങ്ങനെയുള്ള ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കാത്തിരിപ്പുണ്ടെന്നേ. പക്ഷേ ഇവർ പറയും സിനിമ മാറിപ്പോയെന്ന്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന വേഷക്കാരാക്കി ഹലോ മായാവി എന്നൊരു ചിത്രം ചെയ്യാൻ ഷാഫി കുറേ നാൾ ശ്രമങ്ങൾ നടത്തി, എങ്ങും എത്തിയില്ല. മോഹൻലാലിൻ്റെ നായകനായ ഹലോയും മായാവിയും എടുത്ത് മമ്മൂട്ടിയുടെ മായാവിയും എടുത്ത് ഹലോ മായാവി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാൻ എല്ലാം ആയി വന്നതാണ്. പക്ഷെ നടന്നില്ല. രാജസേനൻ്റെയും സിദ്ദിഖിൻ്റെയും റാഫി മെക്കാട്ടിൻ്റെയും സഹസംവിധായകനായി 5 വർഷം പിന്നിടുമ്പോഴും നിങ്ങളൊരു സംവിധായകനാവാത്തത് എന്താ എന്ന് ചോദിച്ചാൽ വരട്ടെ സമയമായില്ല എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു ഷാഫി. ചേട്ടൻ റാഫി ഒരു തിരക്കഥ തരാമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ സംവിധായകനാവുമെന്ന് കണക്കൂട്ടിയിരുന്ന ആളായിരുന്നു ഷാഫി. തെങ്കാശി പട്ടണത്തിൻ്റെ സെറ്റിൽ റാഫി ഒരു കാര്യം വെളിപ്പെടുത്തി. ഞാനും മെക്കാട്ടിനും അടുത്ത് തിരക്കഥ എഴുതുന്ന പടം ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഷാഫിക്ക് വേണ്ടിയാണ് എന്ന് റാഫി പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കാൻ ഒരു നല്ല കാരണം കൂടിയുണ്ടായി. പഴനിയിൽ തെങ്കാശി പട്ടണം ചിത്രീകരണം നടക്കുകയാണ്. 2 യൂണിറ്റ് വച്ച് ചിത്രീകരണം നടക്കുകയോ തിരക്കഥയുടെ എന്താ പറയുക ഷോർട്ടേജോ ഒന്നും എഴുതണമല്ലോ. അപ്പോൾ തിരക്കഥ എഴുതാൻ റാഫി പോവുകയൊക്കെ ചെയ്തപ്പോൾ അർദ്ധരാത്രി വരെ ഒരു സീൻ ചിത്രീകരിക്കേണ്ടി വന്നു. ആ സീൻ എടുക്കാൻ സഹസംവിധായകനായ അനുജൻ മെക്കാട്ടിനെയാണ് ഷാഫിയാണ് റാഫി ഏൽപ്പിച്ചത്. അതും ലാലും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയ ലാലും ദിലീപും കാവ്യമാധവനും അഭിനയിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യാനാണ് ഏൽപ്പിച്ചത്. ഷാഫി ചിത്രീകരിച്ചു. ആ സീൻ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ റാഫിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവൻ മിടുക്കനായ ഒരു സംവിധായകനാവാനായി പരുവപ്പെട്ടു എന്ന് മനസ്സിലായി. അങ്ങനെയാണ്
അങ്ങനെ പാകപ്പെട്ടു എന്ന ചിന്തയിൽ നിന്നാണ് പറഞ്ഞത്. ഞാനും മെക്കാട്ടിനും അടുത്ത തിരക്കഥ എഴുതുന്നത് ഷാഫിക്ക് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്നും പോകാതെ കുടുംബത്തിനായൊരു വഴി കണ്ടെത്തിയായിരുന്നു തമ്മനത്ത് അൽമ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു ബാഗ് ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്. മാമൻ്റെ വഴിയെ ജ്യേഷ്ഠൻ സിനിമയിലേക്ക് പോയപ്പോൾ തൻ്റെ തലയിലായ അൽമ പ്ലാസ്റ്റിക് അവിടെ ഇട്ടിട്ട് സിനിമയിൽ ഭാഗ്യപരീക്ഷണത്തിന് ചാടിയിറങ്ങിയതിൽ തെറ്റൊന്നും പറ്റിയില്ല എന്ന് പിന്നെ കാലം തെളിയിച്ചു. അനിയമ്പാവ ചേട്ടനും കൂട്ടുകാരനും എഴുതിയതാണ്. ബമ്പർ ഹിറ്റായിടത്താണ് എന്നാൽ ഇനി സിനിമയിലേക്ക് എന്ന് ഷാഫി ഉറപ്പിക്കുന്നത്. അനിയമ്പാവ ചേട്ടമ്പാവ രാജസേൻ്റെ ഹിറ്റായ പടമല്ലേ, റാഫിയും മെക്കാട്ടിനും കൂടെ എഴുതിയതാണല്ലോ. ആ പടം സൂപ്പർ ഹിറ്റായപ്പോഴാണ് ഒരു തീരുമാനമെടുത്തു, ഞാനും ഇനി സിനിമയിലേക്ക് തന്നെയെന്ന്. അങ്ങനെയാണ് ചിരിപ്പിക്കുന്നൊരു സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് കിട്ടിയത്. ഷാഫി വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ്, ഷാഫിയുടെ നില ഗുരുതരമാണ് തുടങ്ങിയ ടൈറ്റിലുകൾ TV സ്ക്രീനിൽ തെളിയുമ്പോഴും ഷാഫിയുടെ ഒരു തമാശ എന്നാണ് എനിക്ക് കരുതാൻ ഇഷ്ടമായിരുന്നത്. ഞാനിങ്ങനെ പോകുമെന്ന് കരുതിയില്ല. കുറേ കാലം രോഗബാധിതനായാലും ഷാഫി ചിരിയോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതിയത്. സൈനസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അയാൾക്ക്. അതുമായിട്ടാണ് അയാൾ ആശുപത്രിയിൽ എത്തുന്നത്. അതിൻ്റെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അവിടുന്ന് കരളിൻ്റെ പ്രവർത്തനങ്ങൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് കണ്ടെത്തുന്നു. അതും ഓപ്പറേഷനിലേക്ക് നീങ്ങുന്നു. അവിടെ ഒരു കരളിൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി ദിവസങ്ങളോളം ഷാഫി കിടന്നു. അതിനിടയിൽ മകള് അച്ഛന് നൽകിയ ആശ്വാസവചനം അത് കേട്ടുകൊണ്ട് നിന്നവരുടെയൊക്കെ ഹൃദയം തകർന്നുപോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. മകള് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന അച്ഛനോട് പറഞ്ഞത്, ബാപ്പ പേടിക്കണ്ട, ഞങ്ങളെല്ലാം അടുത്ത് തന്നെ ഉണ്ട് എന്നാണത്രേ. മകളച്ഛന് നൽകിയ ആ ഉറപ്പ് അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. എനിക്ക് സിനിമാക്കാരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ വഞ്ചിക്കരുത്. പണ്ട് നെടുപടി വേണു പറഞ്ഞ പോലെ ചതിയിൽ വഞ്ചന പാടില്ല. നിങ്ങൾ 10 വർഷക്കാലം അയാൾക്കൊരു ഡേറ്റ് കൊടുക്കാതെ വഞ്ചിച്ചു എന്നുള്ളതാണ്. ഇനിയൊരു വേറൊരു സുഹൃത്തിനോട് ഇങ്ങനെ ഈ ചതി ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷാഫിക്ക് നിത്യാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.